പോക്കിമോൺ എക്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആക്ച്വലി ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ 2 എപ്പിസോഡ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ സാൻഡലും പോസ്റ്റ് ചെയ്യുന്നത് ട്രെയിനേഴ്സൊക്കെ ഡിഫീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് സാൻഡലും സിറ്റി എത്തിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒരാളുമായിട്ട് ബാറ്റിൽ ചെയ്തപ്പോൾ അവൻ നമുക്ക് മറ്റേ റോളർ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം തന്നു. അത് വെച്ച് നമുക്ക് സ്കിഡ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കവർ ചെയ്തതാണ്. പിന്നെ ജിം ബാറ്റിൽ ആക്ച്വലി സെക്കൻഡ് എപ്പിസോഡിൽ കവർ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ ഡ്യൂറേഷൻ കൂടുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആക്കിയത്. ഓക്കെ, എന്തായാലും ഇന്ന് നമ്മൾ ജിം ലീഡറിനെ ചാലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ജിം. ഓക്കെ, പോക്കിമോൺ ജിം. എൻ്റെ മോനെ, അതെന്താണ് കയറാണ്? കയറ് പോലെ തോന്നുന്നില്ല എനിക്കത് കണ്ടിട്ട്. ഓക്കെ, വെൽക്കം ടു സാൻഡലൻ സിറ്റി ജിം. ഓക്കെ, യെസ്. ഓ, നമ്മൾ ജമ്പ് ചെയ്യണം. ഓക്കെ, ഓ ബഗ് ടൈപ്പ് പോക്കിമോൺ ആണല്ലേ. അപ്പം നമുക്കാണ് അഡ്വാൻറ്റേജ്, കാരണം ബഗ് ടൈപ്പ് പോക്കിമോണ് മറ്റേ ഫയർ ടൈപ്പ് എഫക്റ്റീവാണ്. ഫയർ ടൈപ്പ് ഫ്ലെയിം ടൈപ്പ് എഫക്റ്റീവാണ്, സൂപ്പർ എഫക്റ്റീവാണ്. എന്താ സ്പൈഡർ വെബാണ്? എൻ്റെ ദൈവമേ, അതെന്തായാലും കൊള്ളാം കേട്ടോ. സ്പൈഡർ വെബ് പോലെ ഉണ്ട്, ചിലന്തി വല പോലെ ഉണ്ട്. ഓക്കെ, നമുക്ക് ആ ബബിൾസിനെ ഫോളോ ചെയ്യണം എന്നാണ് തോന്നുന്നത്, അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെയും കുറേ ട്രെയിനേഴ്സ് ഉണ്ട്, അവരൊക്കെ ഡിഫീറ്റ് ചെയ്യണം. ആക്ച്വലി നല്ലതാണ്, കാരണം നമ്മുടെ ജിം ലീഡറിൻ്റെ പോക്കിമോൺ എത്ര ലെവലാണെന്ന് അറിയില്ല. നമുക്ക് കൂടുതൽ ലെവലുണ്ടെങ്കിൽ ഒരു 15 14 ലെവലുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ കാര്യം അത് മാത്രമല്ല, നമ്മുടെ ആകെ കൂടി ഒരു പോക്കിമോൺ മാത്രമേ ഉള്ളൂ, ഫെനക്കിൻ മാത്രമേ ഉള്ളൂ. അത് ഇവോൾവ് ആയിട്ടില്ല. ഇതാണ് ഇവോൾവ് ആയാൽ, അതായത് സെക്കൻഡ് 3 ഇവല്യൂഷൻ ഉണ്ടല്ലോ ഒരു സാധാരണ ഒരു പോക്കിമോണിന്. 3 സ്റ്റേജ് ഓഫ് ഇവല്യൂഷൻ ഉണ്ടല്ലോ. ആദ്യം പ്രൈമറി, പിന്നെ സെക്കൻഡറി, ടെറീഷ്യറി, അങ്ങനെ. അതായത് 3 സ്റ്റേജ്. ഫസ്റ്റ് പ്രീ ഇവല്യൂഷൻ ഫോം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവോൾവ് ആവും, പിന്നെ ഫൈനൽ ഇവല്യൂഷൻ, അങ്ങനെ. ഇവിടെ ഒരു ട്രെയിനുണ്ട്, എന്തായാലും ബാറ്റിൽ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ജിം ലീഡറിനെയാണ് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ പോക്കിമോൺ ഓൾറെഡി ലെവൽ 12 ആയെന്നാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല. 12 ലെവലും ഉണ്ട്. ഓക്കെ, കക്കൂണ ആക്ച്വലി മറ്റേ മെറ്റാപോഡിൻ്റെ ഇവല്യൂഷൻ ആണെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. മെറ്റാപോഡായിരിക്കുമോ? മെറ്റപ്പോഡല്ല അത്, ആക്ച്വലി അത് വേറെ ബഗ് ടൈപ്പാണ്. പക്ഷെ മെറ്റപ്പോഡിൻ്റെ ഇത് വരില്ല. മെറ്റപ്പോഡ് ആക്ച്വലി കാറ്റപ്പി, മെറ്റപ്പോഡ്, ബട്ടർഫ്ലൂ. ഇത് കക്കൂണെന്ന് പറയുന്നത് മറ്റേ എനിക്ക് മറന്നുപോയി, എനിക്ക് ഓർമ്മയില്ല. അത് ഫസ്റ്റ് ജനറേഷൻ ഇല്ലേ, അപ്പോൾ എനിക്ക് മറന്നുപോയി, കുറച്ചൊക്കെ മറന്നുപോയി. കോമ്പി. ഓക്കെ, കോമ്പിയുടെ ഇവല്യൂഷൻ എനിക്കറിയാം, വെസ്പിക്കൻ. അത് സൂപ്പർ, ഇന്ത്യ ദൈവം, അത് സൂപ്പർ പോക്കിമോൺ കേട്ടോ. വെസ്പിക്കൻ ആയിക്കഴിഞ്ഞാൽ സീനാണ് മോനെ. ഓക്കെ, ശരിയാണ്, നമ്മുടെ പോക്കിമോൺ ലെവൽ 12 ആണ്, കറക്റ്റാണ്. നമുക്ക് ജയിക്കാൻ പറ്റും, കാരണം ബഗ് ടൈപ്പ് ആയതുകൊണ്ട് ഒരു വിശ്വാസമുണ്ട്. ഫയർ ടൈപ്പ് ഇല്ല നമ്മുടെ, അപ്പം നമുക്ക് ശരിക്കും ഇവിടെ അഡ്വാൻറ്റേജ് നമുക്കാണ്. അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ ജിം ലീഡറിനെ ചാലഞ്ച് ചെയ്യാം, കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ. ഓക്കെ, ഇത് ജിം ലീഡർ വയോള. നമ്മൾ ഫസ്റ്റ് ജിം ബാറ്റിലാണേ. മോനെ, ഇത് ക്യാമറയ്ക്ക് ഒക്കെ നിൽക്കണമെന്ന് അവളുടെ പാഷനായിരിക്കും. ഓക്കെ, ദാറ്റ് ഡിറ്റർമിൻ എക്സ്പ്രഷൻ ഗുഡ് ആയിട്ട്. ഓക്കെ, നമ്മൾ ചാലഞ്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. ഫാന്റാസ്റ്റിക് അല്ലേ എന്നാണ്. ഓക്കെ, Occasional. Okay, they are both from the camera. Okay. Okay, lens is on the focus on the. Okay.
അവളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, സോ ക്രൈസി വേഴ്സസ് വയോള. ഓക്കെ, സർസ്കെറ്റ് അതേത് പൊക്കിമോണാണ്? 6th ജനറേഷനിലെ പൊക്കിമോൺ ആയിരിക്കാം. അവളുടെ 2 പൊക്കിമോൺ ഉണ്ട് കേട്ടോ. ഇത് ലെവൽ 10 ആണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ലെവൽ 12 ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വാട്ടർ സ്പോട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ ഫയർ പവർ വീക്കാവും. ഓക്കെ, ദൈവം ഇത് വാട്ടർ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. ഇത് വാട്ടർ ടൈപ്പ് ആണെങ്കിൽ പണി കിട്ടും. അല്ല വാട്ടർ, അയ്യോ ബബിൾ, എൻ്റെ ദൈവമേ ചതിച്ച്. ഇത് വാട്ടർ ടൈപ്പായിരുന്നത്. എൻ്റെ ദൈവമേ, ഇത് നല്ലതല്ല. ഇത് നമ്മുടെ പോക്കിമോൺ നല്ലതല്ല. ബബിള് വാട്ടർ നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. പക്ഷെ നമ്മൾ ലെവൽ 12 ആയതുകൊണ്ട് പിടിച്ചേക്കാൻ പറ്റുമെന്ന് അറിയില്ല. സ്കൈ വിക്കറ്റാക്കി. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വാട്ടർ ടൈപ്പ് യൂസ് ചെയ്താലാണ് നമുക്ക് 8ന്റെ പണി കിട്ടുന്നത്. നമുക്ക് എന്തായാലും എംബർ ചെയ്യാം, അല്ലാതെ വേറെ വഴിയില്ല. വേറെ നല്ല അറ്റാക്ക് ഇല്ല നമ്മളിത്. അപ്പോൾ വീണ്ടും ബബിള്. ദൈവമേ, ഇതാണ് എൻ്റെ മോനെ. സൂപ്പർ എഫക്റ്റീവാണ് നമുക്ക് വാട്ടർ ടൈപ്പ്. ദൈവമേ, പിക്കച്ചു നല്ല പൊക്കിമോണാണ്. പക്ഷെ ശരിക്കും അതിന് കുറച്ച് വീക്ക്നെസ് ഉണ്ട്. കാരണം ഒരു ഇലക്ട്രിക് ടൈപ്പ് പിടിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇലക്ട്രിക് ടൈപ്പ് അല്ലെങ്കിൽ ഗ്രാസ് ടൈപ്പ് ഉണ്ടെങ്കിലേ, ഇലക്ട്രിക് ടൈപ്പാണ് കുറച്ചുകൂടി നല്ലത്. നേരത്തെ പിടിക്കാമായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. ഇത് വാട്ടർ ടൈപ്പാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറയാതെ എനിക്ക് ഈ ഗെയിം ഞാൻ കളിച്ചിട്ട് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഇത് 6th ജനറേഷൻ ആണ്, കാലിയോസ് റീജിയൻ ആണ്. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആ ജില്ലയുടെ മറ്റുള്ളവരുടെ ജിം ബാറ്റിൽ ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു പോഷൻ യൂസ് ചെയ്യുന്നു. പറഞ്ഞു തോന്നില്ല പോഷൻ യൂസ് ചെയ്ത്. അയ്യോ, നമ്മൾ കഷ്ടപ്പെട്ട് കുറയ്ക്കും, വീണ്ടും വന്ന് കൂട്ടും. നമ്മുടെ കയ്യിലും പോർഷൻസ് ഉണ്ട്, ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അത് മാത്രമല്ല അവളുടെ 2 പൊക്കിമോൺ ഉണ്ട്. നമ്മുടെ ആകെ ഒറ്റ പൊക്കിമോണേ ഉള്ളൂ. അത് ആലോചിക്കണം. സോ നമ്മൾ എടുക്കുന്ന ഓരോ ഡെസിഷനും നോക്കിയിട്ട് ചെയ്തില്ലെങ്കിൽ ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ഹോപ്പ് ഉണ്ട്. ഇവിടെ എംബർ യൂസ് ചെയ്ത് കാര്യമായിട്ട് കുറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ സ്റ്റിൽ, നേരത്തെ നമ്മൾ അവൻ ചാവാറായപ്പോൾ, അതേ സംസ്കൃറ്റ് പൊക്കോൺ ചാവാറായപ്പോഴാണ് അവള് പോഷൻ യൂസ് ചെയ്തത്. പോഷൻ യൂസ് ചെയ്യാതിരുന്നാൽ സംസ്കൃറ്റ് ഫെയിൻ്റ് ആവേണ്ടതായിരുന്നു ആക്ച്വലി. നമ്മളും വിട്ടുകൊടുക്കില്ല. നമ്മളിൽ പോർഷൻ, അതാണ് ഞാൻ കുറേ പോർഷൻ കരുതി വെച്ചത്. അതിന് വേണ്ടി തന്നെയാണ്. ബബിൾ യൂസ് ചെയ്തു. ബബിൾ യൂസ് ചെയ്തു. അത് അവൻ അതന്നെ യൂസ് ചെയ്യും. നമുക്ക് പണി കൊടുക്കാൻ എല്ലാ ഇതും അവളുടെ കയ്യിലുണ്ട്. എല്ലാ വകയും അവൾ ചെയ്യും. നമ്മുടെ എംബർ വർക്കാവാത്തതിൻ്റെ കാരണം ഒന്നാമത്തത് വാട്ടർ ടൈപ്പാണ്. രണ്ടാമത്തത് വാട്ടർ സ്പോട്ട് കൂടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഫയർ ടൈപ്പിൻ്റെ അറ്റാക്ക് പവർ എന്താണ് അത് റെഡ്യൂസ് ചെയ്യും. ഫയർ പവർ ഫാസ്റ്റ് വീക്കെൻഡൊക്കെ എഴുതി കാണിക്കില്ലേ. വീണ്ടും നമ്മൾ കുറച്ച് വീണ്ടും അവൾ പോർഷൻ യൂസ് ചെയ്താൽ, ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ അത് നമുക്ക് ഒരു ക്വിക്ക് അറ്റാക്ക് ഉണ്ടായിരുന്നെങ്കിൽ, യെസ്, ഇത്തവണ അവൾ പോർഷൻ യൂസ് ചെയ്യാൻ മറന്നുപോയി. ഓ മൈ ഗോഡ്, നമ്മൾ ചാവാതായി. പക്ഷെ നമ്മൾ പിടിച്ചെന്ന്, എൻ്റെ മോനെ, നമ്മൾ പിടിച്ചെന്ന്. ലെവൽ 2, എൻ്റെ ദൈവമേ, ലെവൽ 2 അല്ല, HP 2 മാത്രമേ ഉണ്ടാകുന്നു. എൻ്റെ മോനെ, അക്കേലിസ് വേറെ ലെവലാണ് ഗൈസ്, വേറെ ലെവലാണ് അക്കേലിസ്. 2 HP പിടിച്ചെന്ന്. ഭാഗ്യമാണ്, സത്യം അത് ഭാഗ്യം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല.
ഭാഗ്യത്തെയാണ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി പോക്കിമോനെ ഹയർ ഇവോൾവ് ആക്കിയിട്ട് വരേണ്ടതായിരുന്നു. സാരമില്ല. വിവിലിയോൺ ഇത് ആക്ച്വലി ബക്ടേപ്പ് ആയിരിക്കാം. ഇത് അത്രയും പണി കൊടുക്കാനുണ്ട്. പക്ഷെ ഇൻവെസ്റ്റേഷൻ ആണ് ഈ ഒരു മൂവ്. ഭയങ്കര പവർഫുൾ ഇൻഫെസ്റ്റേഷൻ. ഓക്കെ, മറ്റേ പോയിസൺ ആയി കഴിഞ്ഞാലേ നമ്മുടെ ലെവല് HP കുറയില്ല. അതേപോലെയാണ് ഇൻഫെസ്റ്റേഷൻ. ഓ, ടാക്കിള്. ഓക്കെ, നമ്മൾ വിട്ട് കൊടുക്കില്ല ഐസ്. നമ്മൾ ഒരെണ്ണം തോപ്പിച്ചില്ലേ, ഇതും നമ്മൾ തോപ്പിക്കും. ഇത് മറ്റേ ബട്ടർഫ്ലൈ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ടർഫ്ലൈയുടെ നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. വിലിയോൺ. ഓക്കെ, ഈ ഇൻഫെസ്റ്റേഷൻ ആണ്. പോർഷൻ നമ്മുടെ കയ്യിൽ 5 ഉണ്ട്. എന്തായാലും അക്കിലീസ് പൊളിച്ചിട്ട് അത് ഭാഗ്യം എന്ന് വേണം പറയാൻ. എൻ്റെ ദൈവം, ഞാൻ അക്കിലീസ് ഫെയിൻ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ആ ബബിൾ യൂസ് ചെയ്തപ്പോൾ പിന്നെ സംഹൗ എസ്കേപ്പ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സംഹൗ എങ്ങനെയോ രക്ഷപ്പെട്ട് നമ്മള്. ഭാഗ്യം എന്ന് പറയാം. ഭാഗ്യം. അവള് ഡിഫൻസ് വീണ്ടെടുക്കുവാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ജയം നമുക്കാണ്. ഇതില്ലേ സൂപ്പർ എഫക്റ്റീവാണ്. ബക്ടേപ്പ് അല്ലേ, പിന്നെ അല്ല. ഇൻഫെസ്റ്റേഷൻ ആണ് പണി കിട്ടുന്നത്. സാരമില്ല. നമ്മളെ പോർഷൻ ഇഷ്ടം പോലെ ഉണ്ട്. 4 ഉണ്ട്. എന്തായാലും വാട്ടർ ടൈപ്പ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിരുന്നു. സത്യം അത് മോനെ ഫസ്റ്റ് ജില്ലയിൽ നിന്ന് ഇത്രയും അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ജില്ലയിൽ തന്നെ ഇത്രയും ഒരു ചാലഞ്ച് അല്ലേ. അവളുടെ ഒരു ഗെറ്റ്സ് എന്ന് പറയാം. അവളുടെ ഒരു ധിക്കാരം, അവളുടെ ഒരു ഗെറ്റ്സ്, അവളുടെ ഒരു ധൈര്യം. യെസ്, വിവിലിയോൺ. ഞാൻ പറഞ്ഞില്ലേ, സസ്കിറ്റ് ഡൗണായി, വിവിലിയോണും ഡൗണായി. അത്രേ ഉള്ളൂ. അക്കേലീസ് അത്രേ ഉള്ളൂ. നമ്മള് ലെവലപ്പായി 13 എൻ്റെ മോനെ അക്കേലീസ് വേറെ ലെവലാണ് ഗൈസ്. എൻ്റെ മോനെ ലെവൽ 14 എൻ്റെ മോനെ 2 പൊക്കെ നിർപ്പിച്ചപ്പോൾ 2 ലെവലപ്പായി. കണ്ടില്ലേ, ഫ്ലെയിം ചാർജ്. ഓ, സൂപ്പർ മൂവ് ആണ് കേട്ടോ അത്. അറ്റ് ലാസ്റ്റ് നല്ലൊരു സൂപ്പർ മൂവ് കിട്ടി. സോ ഹൗൾ യൂസ്ലെസ് മൂവാണ്. ഫ്ലെയിം ചാർജ് ആക്ച്വലി സൂപ്പർ മൂവാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. യെസ്, അങ്ങനെ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. യെസ്, എൻ്റെ മോനെ തോക്കുന്നാണ് വിചാരിച്ചത്. ഓക്കെ, നീ നിന്റെ ഫെനക്കിനും നന്നായിട്ട് പെർഫോം ചെയ്തെന്നൊക്കെ പറയുന്നത്. നമ്മുടെ ബഗ് ബാഡ്ജ് കിട്ടിയിട്ടുണ്ട്. ബഗ് ബാഡ്ജ് എന്നാണോ അതിൻ്റെ പേര്? ഓരോ ബാഡ്ജിനും ഓരോ പേരുണ്ട് കേട്ടോ. ബഗ് ബാഡ്ജ് എന്നാണ് പറയുന്നത്. യെസ്, ബഗ് ബാഡ്ജ്. ഓക്കെ, ലെവൽ 30 വരെയുള്ള പോക്കിമോൺ എല്ലാവരും ചെയ്യും. ഓക്കെ, TM ഇൻഫെസ്റ്റേഷൻ സൂപ്പർ മൂവാണ്. പക്ഷെ അത് ആകെ പഠിപ്പിക്കുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇത് സൂപ്പർ മൂവാണ്. അത് ഓരോ ഇതിനും നമ്മുടെ HP കുറയ്ക്കും. ഓ, നമ്മൾ പോക്കിമോണിനെ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് സീൻ. ആ മൂവിൻ്റെ മറ്റൊരു പണിയാണത്. അതായത് നമ്മൾ ഇപ്പോൾ മീൻ ലുക്ക്, ഉദാഹരണത്തിന് മീൻ ലുക്ക് അങ്ങനെ ഒരു മൂവ് ഉണ്ട്. മീൻ ലുക്ക് ആക്ച്വലി അതേപോലെ ഒരു മൂവാണ്. പോക്കിമോണിന് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇൻഫെസ്റ്റേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇതിനും മറ്റേ പോയിസൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ HP പോലെ, അതേപോലെ ഓരോ ഇതിനും നമ്മുടെ HP കുറയും. ഓക്കെ, അത് നമുക്ക് വിഷ് ചെയ്യാണ്. ഓക്കെ, ലൂമിയോസിറ്റിയിൽ ലാബിൽ പോകണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്തായാലും ഗൈസ് നമ്മൾ ഫസ്റ്റ് ജിം ബാറ്റിൽ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ബഗ് ബാഡ്ജ് കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യം. അക്കേലീസ് നന്നായിട്ട് പെർഫോം ചെയ്തു. ഇതിൽ ആക്ച്വലി ഒരു ട്വിസ്റ്റ് വാട്ടർ ടൈപ്പാണ്. ആക്ച്വലി എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ജിം ബാറ്റിൽ തന്നെ ഇത്രയും ചാലഞ്ചിങ് ആകും ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ എൻ്റെ ഹൈ റെക്കമെൻഡേഷൻ ആയിരിക്കും. ഞാനൊരു പിക്കച്ചു
പിടിക്കാൻ ഉദ്ദേശിക്കുവാണ്. പക്ഷേ ഹേറ്റേഴ്സ് ഉണ്ടാവും പിക്കച്ചുവിന്, എനിക്കത് കാര്യമില്ല. അതുമാത്രമല്ല, ഞാൻ പോക്കിമോൺ പണ്ടത്തെ കണ്ടു തുടങ്ങിയപ്പോൾ ആഷിൻ്റെ പിക്കച്ചുവിൻ്റെ ഫാനായിരുന്നു ഞാൻ. ഓക്കെ, ഇപ്പോഴും സ്റ്റിൽ പിക്കച്ചു നല്ല പോക്കിമോൻ തന്നെയാണ്. ആ വയസ്സായി കഴിഞ്ഞാൽ കുറച്ചുകൂടി സൂപ്പർ പവർ ആവും. പിക്കച്ചു ആയിട്ട് തന്നെ ഇരുന്നാലും ക്യൂട്ട് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ടീം ബിൽഡ് ചെയ്യാനായിട്ട്. ഒറ്റ പോക്കിമോൺസ് നമുക്ക് ഫുൾ ഗെയിം എന്തായാലും കളിക്കാൻ പറ്റില്ല. സോ എന്തായാലും ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ലൂമിയോസിറ്റി ലാബിൽ പോയിട്ട് നോക്കാൻ വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുവരെ വീഡിയോ കണ്ട എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.